ഇവിടെ ആർ മൈനസ് സെറ്റ് 3 എന്ന് പറഞ്ഞേക്കണേ ഇതാണ് ഡിനോമിനേറ്റർ എക്സ് മൈനസ് 3 ആണ്. അതൊരിക്കലും 3 ആവരുത്. 3 ആയാൽ എന്ത് വരും? ഡിനോമിനേറ്റർ നോട്ട് ഡിഫൈൻഡ് ആയി പോകും. അപ്പം അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ തിരിച്ച് ഡൊമൈൻ എടുക്കുമ്പോൾ റേഞ്ച് എടുക്കുമ്പോഴും ഇത് തന്നെ വരും. അവിടെ നമുക്ക് ആർ മൈനസ് സെറ്റ് 1 വരും. അപ്പം എക്സ് മൈനസ് 1 ആയിരിക്കും നമുക്ക് ഡിനോമിനേറ്റർ കിട്ടണേ. അപ്പം അത് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞേക്കണ കാര്യമാണ്. നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ മാത്രം മതി. അപ്പം നമ്മൾ ഏതാ നമുക്ക് തന്നേക്കണ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. അപ്പം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. ഈ ഫംഗ്ഷൻ 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 കൊടുക്കണം. അപ്പം എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 കൊടുത്തു. അപ്പം ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എക്സ് 1 വരും മൈനസ് 2 ഡിവൈഡഡ് ബൈ ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? എക്സ് 1 വരും. എക്സ് 1 മൈനസ് 3 വരും. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനകത്ത് എഫ് ഓഫ് എക്സ് എവിടെയാണോ അവിടെയെല്ലാം നമ്മൾ എന്ത് കൊടുക്കണം? എക്സ് 1 കൊടുക്കണം. ഇനി ഇവിടെ തിരിച്ചെന്ത് വരും? ഈ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് 2 വരും. അപ്പം എസ് 2 മൈനസ് 2 ഡിവൈഡഡ് ബൈ എസ് 2 മൈനസ് 3 എന്ന് വരും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? എസ് 2 മൈനസ് 3 ഇതിന് നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിന് നേരെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എക്സ് 1 മൈനസ് 2 ഇൻറ്റു എസ് 2 മൈനസ് 3 ഈക്വൽ ടു എസ് 2 മൈനസ് 2 ഇൻറ്റു എക്സ് 1 മൈനസ് 3 വരും. അതായത് ഈ എസ് 2 മൈനസ് 2വിനെ എക്സ് 1 മൈനസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് 1 മൈനസ് 2വിനെ എസ് 2 മൈനസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ആദ്യം എന്ത് വരും? എക്സ് 1 ഇൻറ്റു ഈ എക്സ് 1 ഇൻറ്റു എസ് 2 മൈനസ് 3 വരും. ദെൻ മൈനസ് 2 ഇൻറ്റു എസ് 2 മൈനസ് 3 വരും. ദെൻ ഈക്വൽ ടു അവിടെ ഈക്വൽ ടു ഇടുക. ദെൻ എസ് 2 ഇൻറ്റു എക്സ് 1 മൈനസ് 3 വരും. ദെൻ മൈനസ് 2 ഇൻറ്റു എക്സ് 1 മൈനസ് 3 വരും. നമ്മൾ ഈ ടേമിനെ ഓരോ ടേമിനെ നമ്മൾ സാധാ പഠിച്ചേക്കണ പോലെ നമ്മൾ ഓരോ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്ത് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും മക്കളെ? എക്സ് 1 എക്സ് 2 വരും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 3s2 വരും. 3s1 വരും. അതായത് എക്സ് 1 ഇൻറ്റു എസ് 2. എക്സ് 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 3x1 വരും. ഇനി മൈനസ് 2s2 വരും. S2 വരും. മൈനസ് 2 ഇൻറ്റു മൈനസ് 3 പ്ലസ് 6 വരും. അപ്പോൾ നമ്മുടെ ഈ ഓരോ ടേമിനെയും നമ്മൾ ബ്രാക്കറ്റിന് അകത്ത് കിടക്കുന്ന ഓരോ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. ഇനി അവിടെ ലെഫ്റ്റ് സൈഡ് തീർന്നു. ഇനി റൈറ്റ് സൈഡിൽ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യണം. S2 x1 വരും. ദെൻ S2 മൈനസ് 3 3s2 വരും. മൈനസ് 2x1 വരും. പ്ലസ് 6 വരും. മൈനസ് 2 ഇൻറ്റു 3 മൈനസ് 3 എന്ന് പറയുമ്പോൾ മൈനസ് 6 വരും. ഇത് നമുക്ക് ഇവിടെ അറിയാം. നമുക്ക് കോമൺ ആയിട്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരുപോലെ കിടക്കുന്ന ടേമുകളുണ്ടല്ലോ, അതങ്ങ് ക്യാൻസൽ ചെയ്യണം. ഏതൊക്കെയാണ് മക്കളത്? x1 s2 ക്യാൻസലായി പോയി. 6ഉം 6ഉം ക്യാൻസലായി പോയി. ബാലൻസ് അപ്പം എന്താ വരുന്നത്? ഈ റൈറ്റ് സൈഡിൽ ഒരു മൈനസ് 3x1 ഉണ്ട്. 3x1 വരും. മൈനസ് 3x1 വരും. മൈനസ് 2s2 വരും. ഈക്വൽ ടു മൈനസ് 3s2 വരും. മൈനസ് 2x1 വരും. അപ്പോൾ നമുക്ക് ബാലൻസ് ഉള്ള നമ്പറുകളെല്ലാം നമ്മൾ ചുമ്മാ എടുത്തെഴുതി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? x1 അല്ല ഒരു സ്ഥലത്ത്, s2 അല്ല ഒരു സ്ഥലത്തേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? മൈനസ് 3x1 ഉണ്ട്. ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 2x1 വരും. ഇനി ഇവിടെ മൈനസ് 3x2 ഉണ്ട്. ഈ മൈനസ് 2s2 അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 2s2 വരും. നമ്മൾ ഇക്വേഷനകത്ത് x1ൻ്റെ ടൈം അല്ല ഒരു സ്ഥലത്തേക്കും s2ൻ്റെ ടൈം അല്ല ഒരു സ്ഥലത്തേക്ക് മാറ്റി. ഇനി ഇത് രണ്ടും ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് മൈനസ് x1 കൊടുക്കാമല്ലോ. ഇത് കൊടുക്കുമ്പോൾ നമുക്ക് മൈനസ് s2 കൊടുക്കാം. ഈ മൈനസും വെട്ടിപ്പോവും. കാരണം മൈനസ് 3x1 പ്ലസ് 2x1 കുറച്ചാൽ ഒരു മൈനസ് x1. ബിഗസ്റ്റ് നമ്പറിൽ നിന്ന് സ്മോളസ്റ്റ് നമ്പർ കുറച്ചിട്ട് ബിഗസ്റ്റ് നമ്പറിന് സൈൻ കൊടുക്കണം. ഇവിടെ അതുപോലെ തന്നെ മൈനസ് s2 വരും. അപ്പം ഈ മൈനസും കോമൺ ആവും. അപ്പം നമുക്ക് x1 ഈക്വൽ ടു എന്നാ കിട്ടും മക്കളെ? s2 എന്ന് കിട്ടും. അപ്പം നോക്കിക്കേ, നമ്മൾ എന്താ എടുത്തത് ഇവിടെ? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. ദെയർഫോർ എന്ത് പറയാം? നമ്മുടെ കണ്ടീഷൻ ആയില്ലേ? എഫ് ഓഫ് എഫ് ഈസ് എന്ത് പറയാൻ പറ്റും? നമുക്ക് 1 ആണെന്ന് പറയാൻ പറ്റും. നമുക്ക് ഈ ഫംഗ്ഷൻ എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ഓൺ ടു ആണെന്ന് ഇവിടെ പ്രൂവ് ചെയ്യണം. ഓൺ ടു ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ആണ്. അപ്പോൾ ഇത് എന്ത് കൊടുക്കണം നമ്മൾ? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം y ആണ്. y ഈക്വൽ ടു എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3. നമ്മൾ ഈ ഫംഗ്ഷനെ y ഈക്വൽ ടു എന്ന് പറയുന്നതിന് എന്താക്കണം? തിരിച്ച് എക്സ് ഈക്വൽ ടു എന്നാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം.
അപ്പോൾ y ഇൻറ്റു എക്സ് മൈനസ് 3 ഈക്വൽ ടു എന്ത് വരും? എക്സ് മൈനസ് 2 വരും. ദെൻ മൾട്ടിപ്ലൈ ഓൺ ഈച്ച് ടേം. ഓരോ ടേമിനെയും നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ വൈ എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് വൈ വരും. ഈ വൈയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 3y വരും ഈക്വൽ ടു എക്സ് മൈനസ് 2 വരും. നമുക്ക് എന്താക്കേണ്ട? വൈ ഈക്വൽ ടുവിനെ നമ്മൾ എന്താക്കണം? എക്സ് ഈക്വൽ ടു ആക്കണം. അപ്പോൾ എക്സിൻ്റെ ടേം എല്ലാം ഒരുമിച്ചെടുക്കണം. ഇതിനെ ഇപ്പുറത്തേക്ക് എടുത്ത് മൈനസ് എക്സ്, ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി മൈനസ് 2 പ്ലസ് 3y ആയി. എന്താ ചെയ്തേ? ഈ എക്സ് വൈ അവിടെ നിർത്തി, ഈ എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, അപ്പോൾ അത് നെഗറ്റീവായി. ഇനി -2 അങ്ങനെ തന്നെ ഇറക്കി എഴുതി. ഈ -3y അപ്പുറത്തേക്ക് പോയി, അപ്പോൾ എന്തായി? പോസിറ്റീവായി. ഇനി ഇതിനകത്ത് രണ്ടിനകത്തും കോമൺ എന്ന് പറയുന്നത് എക്സാ അല്ലേ? ആ എക്സ് നമ്മൾ ഔട്ട് സൈഡ് എടുത്തു, അപ്പോൾ y -1 ആയി. കാരണം എക്സ് ഇൻറ്റു വൈ, ഇവിടെ നിന്ന് എക്സ് പോകുന്നു, അപ്പോൾ ബാലൻസ് വൈ. ഇവിടെ നിന്ന് ഈ എക്സ് ഇങ്ങ് പോകുന്നു കഴിയുമ്പോൾ ബാലൻസ് -1. ഇവിടെ ഒന്നും ചെയ്യേണ്ട, ഒന്ന് മാറ്റി എഴുതി 3y -2. കാരണം -2 പ്ലസ് 3y എന്ന് പറഞ്ഞാലും 3y -2 എന്ന് പറഞ്ഞാലും സെയിം ആണ് അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പം എക്സ് ഈക്വൽ ടു എന്ത് പറയാം? 3y -2 ഡിവൈഡഡ് ബൈ ഈ -1 എങ്ങോട്ട് പോകും? ഈ 3y -2ൻ്റെ താഴേക്ക് പോകും. അപ്പം നമുക്ക് എന്ത് വരും? y -1 വരും. അപ്പം എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കിട്ടി. ഇനി നമ്മളിത് ഓൺ ടു ആണെന്ന് പറയണമെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂ നമ്മുടെ ക്വസ്റ്റിനിൽ കൊടുത്ത് എഫ് ഓഫ് എക്സ് വൈ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പം നമ്മൾ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഫ്രം 1ലേക്ക് കൊടുക്കണം. ഫ്രം 1 കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് -2 ബൈ എക്സ് -3. അപ്പം ഈ എക്സിൻ്റെ സ്ഥാനത്തെല്ലാം നമ്മൾ എന്ത് കൊടുക്കും? ഈ എക്സിൻ്റെ വൈയുടെ രൂപത്തിലുള്ള വാല്യൂ എടുത്ത് കൊടുക്കും. അപ്പോൾ എന്താവും മക്കളെ? എക്സിൻ്റെ സ്ഥാനത്ത് 3y -2 ഡിവൈഡഡ് ബൈ y -2 അങ്ങനെ തന്നെ. അതായത് ഈ എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഏത് വരും? 3y -2 ഡിവൈഡഡ് ബൈ y -1 വരും ഡിവൈഡഡ് ബൈ. അതുപോലെ തന്നെ നമ്മൾ എവിടെയും കൊടുക്കണം? ഈ എക്സിന് കൊടുക്കണ്ടേ? അപ്പോൾ 3y -2 ഡിവൈഡഡ് ബൈ y -1 -3 എന്ന് വരും. അപ്പോൾ നമ്മൾ എക്സ് എവിടെയുണ്ട് അവിടെയെല്ലാം ഈ എക്സിൻ്റെ വൈയുടെ രൂപത്തിലുള്ള വാല്യൂ അങ്ങ് കൊടുത്തു. ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഇതിനെ നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 വരും. അപ്പോൾ 3y -2 ഇൻറ്റു -2 ഇൻറ്റു y -1 വരും ഡിവൈഡഡ് ബൈ y -1 വരും. കാരണം ഈ y -1 നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം -2 ഇൻറ്റു y -1 y -1 മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡഡ് ബൈ y -1 വരും. അത് അവിടെ തന്നെ എഴുതി ഡിവൈഡഡ് ബൈ. അതുപോലെ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞ് ഇത് നേരെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 3y -2 -3 ഇൻറ്റു y -1 ഡിവൈഡഡ് ബൈ y -1 വരും. അപ്പോൾ ഈ -y -1ഉം y -1ഉം കോമൺ ആണ്, അത് രണ്ടും ക്യാൻസലായി പോകും. അപ്പോൾ ബാക്കി നമുക്ക് എന്നാ ഉണ്ടെന്ന് നോക്കിയേ? 3y -2 വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2y വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +2 വരും ഡിവൈഡഡ് ബൈ ഈ 3y -2 അങ്ങനെ തന്നെ എഴുതണം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3y വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +3 വരും. അപ്പോൾ നമ്മൾ തന്നേക്കണ വാല്യൂ എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. അപ്പോൾ ഈ 3yയും -3y ഓപ്പോസിറ്റ് സൈനാണ്, അത് രണ്ടും ക്യാൻസലായി പോകും. -2ഉം +3യും കൂടെ വരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വരും. ഈ 3y -2y എന്ന് വരുമ്പോൾ y വരും. -2ഉം +2ഉം ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് y കിട്ടും. ഇത് കണ്ടോ? നമ്മൾ എന്താ കിട്ടിയെന്ന് നോക്കിയേ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y. ദെയർഫോർ എഫ് ഈസ് ഇൻറ്റു ഫംഗ്ഷൻ. എഫ് എന്ന് പറയുന്നത് ഇൻറ്റു ഫംഗ്ഷനാണ്. ഇവിടെ എഫ് എന്ന് പറയുന്നത് നമുക്ക് ഇൻറ്റുമാണ് ഓൺ ടു ആണ്. അപ്പോൾ ദെയർഫോർ ഇത് എന്ത് പറയാൻ പറ്റും? വേണമെങ്കിൽ എഫ് ഈസ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് കൂടെ പറയാം നമുക്ക്.